ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് ഈസ് ഓൾ അബൌട്ട് എ വീക്കെൻഡ് വ്ളോഗ് വിച്ച് ഈസ് നമ്മൾ ഫാമിലി ഒന്നായിട്ട് ഒരു പാർക്കിലൊരു സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ്. ലൈക്ക് മൊത്തത്തിൽ നൈറ്റ് മൊത്തം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യാമെന്നല്ല, എന്നാൽ ഈവനിങ് ഇറങ്ങി രാത്രിയായിട്ട് ഇറങ്ങാനുള്ളൊരു പ്ലാനാണ്. ഓഫ് കോഴ്സ് അന്നത്തെ ക്ലൈമറ്റ് വാസ് സോ ഗുഡ്. ലൈക്ക് നല്ലൊരു മഴ പെയ്യാനായിട്ടുണ്ടാവുന്ന ഒരു ക്ലൈമറ്റ് ഇല്ലേ, അങ്ങനെയായിരുന്നു. ഇപ്പം മഴ പെയ്യുന്നുള്ള രീതിയിൽ, പ്ലസ് നല്ല തണുപ്പും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഡിസംബറിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ, ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം. അങ്ങനെ നമ്മൾ മാറ്റി ഓരോരുത്തരായി താഴേക്ക് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ കാറിൽ ഒതുക്കി വെക്കുന്ന തിരക്കിലാണ് ചിലർ ഇങ്ങനെ എന്നെപ്പോലെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. ഉമ്മയൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ എൻ്റെ പണി കഴിഞ്ഞപ്പോൾ താഴേക്ക് വന്ന് ഇറങ്ങി. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാമെന്നുള്ള പ്ലാൻ ആയത്. ഫിച്ചൊക്കെ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ മുതലേ ഉള്ള വ്ളോഗൊന്നുമല്ല. ഒന്നാമത് നമ്മളൊക്കെ എണീറ്റത് ഉച്ചക്കാണ്, എല്ലാവരും ഉച്ചക്കാണ് എണീറ്റത്. അങ്ങനെ ഉച്ചയ്ക്ക് എണീറ്റ് ആ ഒരു മാറ്റിലും ഹറിബറി കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും തന്നെ ഈവനിങ് ആയി. ഇവിടെ ഈവനിങ് എന്ന് പറയുന്നത് നമ്മൾ അസർ ബാങ്ക് കൊടുക്കുന്നതിന് 3:30 ആകുമ്പോഴേക്കും അസർ ബാങ്ക് കൊടുക്കും. അപ്പോൾ നേരത്തെ ഉച്ചയ്ക്ക് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു, പക്ഷെ നമ്മളെല്ലാവരും ഒരുങ്ങി പിടിച്ച് മാറ്റി ഇറങ്ങിയപ്പോഴേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരായിട്ട് ഇറങ്ങി വരാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫാമിലിയിൽ ഇങ്ങനെയാണോ? പോകാനൊരു പ്ലാൻ ചെയ്താൽ ഇറങ്ങുന്ന വേറെ ടൈമിലായിരിക്കും. നമ്മൾ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുന്നത് ഇപ്പോൾ അസർ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുക്കവും മാറ്റിലൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും മഴ എപ്പം പെയ്യും എന്നുള്ള രീതിയിലായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചെറുങ്ങനെ കുഞ്ഞി മഴക്കാറൽ പോലെ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വിൻഡോ തുറന്നപ്പോഴാണ് പുറത്ത് നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റൊക്കെയുള്ള നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നിസ്കരിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് നേരെ പള്ളി കയറിയിട്ട് പിന്നെ നിസ്കരിച്ചിട്ട് എഗെയിൻ നമ്മളുടെ ലൊക്കേഷനിലേക്ക് പോകാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. മുഷ്രിഫ് പാർക്കിൽ, അതായത് ദുബായ് പബ്ലിക് പാർക്കിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ചെയ്യും. പിന്നെ ഞാൻ സ്റ്റേ എന്നാണ് പറയുന്നത്, നമ്മൾ മൊത്തത്തിൽ സ്റ്റേ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവിടെ എൻജോയ് ചെയ്യുന്നു, വ്യൂ എൻജോയ് ചെയ്യുന്നു, നൈറ്റ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അതാണ് നമ്മളെ പ്ലാൻ. ഇതിൻ്റെ എൻട്രി മുതൽ അവിടേക്ക് എത്തുന്നത് വരെ കുറേ ലോങ്ങാണ്. ഇത് ഒരു ഏക്കർ കണക്കിന് സ്ഥലം എന്നൊക്കെ പറയില്ല, അത്രയും ഭയങ്കര ലോങ്ങാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റേ ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് നിർത്താം, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ അതൊന്നും ഭയങ്കര ഡീറ്റെയിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല, ബിക്കോസ് ഭയങ്കര ബ്ലോക്ക് ഉണ്ടായി, നമ്മൾ അരിച്ചാണ് പോയത്. അപ്പം അതൊന്നും ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. അങ്ങനെ നമ്മളൊരു സ്പോട്ട് കണ്ടുപിടിച്ച്, നമുക്കിരിക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് സ്പോട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അറേഞ്ചൊക്കെ ചെയ്ത് സീറ്റിംഗ് ഒക്കെ, ഇത് ആളുടെ ചെയറാണ് കേട്ടോ, ആളാർക്കും വിട്ടു തരില്ല എന്നുള്ള പ്ലാനിലാണ് ആദ്യം തന്നെ വന്നിട്ട് അവിടെ കയറിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു. ഭക്ഷണമൊക്കെ നമ്മുടെ നിയർ ബൈ ഷോപ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ പിന്നെ ഷോപ്പല്ല, മെയിനായിട്ട് എല്ലാവരും ഇവിടെ വരിക, കുക്ക് ചെയ്യുക, ഇവിടെ നിന്ന് കഴിക്കുക, അതാണ് ഇവിടുത്തെ മെയിൻ പ്ലാൻ. നമ്മൾ മാത്രമല്ല, തൊട്ടടുത്തൊക്കെ ഫുള്ളും ബാർബിക്യും അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് അങ്ങനെയൊക്കെയുള്ള പ്ലാനിലേക്ക് ചെയ്യാമെന്നുള്ള പ്ലാനായി ഇൻഷാല്ലാ. ഇത് പിന്നെ ആദികാക്കൻ്റെ ഐഡിയ ആയിരുന്നു. ഒമാൻ ചിപ്സും നമ്മൾ ബിരിയാണിയും കൂട്ടി കുഴച്ചിട്ട് ഒരു പിടിക്കൽ. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഉപ്പയും ഉമ്മയും സൈഡിലൂടെ പോകുന്ന കണ്ടോ. അവർ രണ്ടാളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആ ടൈമിൽ താത്തയും ജീജും നല്ല കളിയായിരുന്നു. ഈ കൂടെ ഒരു അനാഥപ്രേതത്തെ പോലെ ഒറ്റയ്ക്ക് കറങ്ങി പോകുന്നത്, അത് ഞാൻ ഇപ്പോഴാണ് വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇത് ഞാൻ സൂം ചെയ്തിട്ട് എടുത്ത വീഡിയോ ആണ്. അതിൽ നിന്ന് തന്നെ ആ ഒരു സൈഡ് ക്ലിപ്പിൽ നിന്നും ആളെ സൂം ചെയ്തിട്ട് എടുത്തതാണ്. അങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും ഫുൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിരുന്നു. ഞാനും മൊത്തത്തിൽ വേറെന്തോ ടൂർ വന്ന പോലെ വൈറ്റ് ഡ്രസ്സും ഇട്ട് വൈറ്റ് പാൻസും ഒക്കെ ഇട്ടിട്ട് അവിടെ തന്നെ ഇരിക്കുക. ഇവർ ജാക്കറ്റൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കട്ടൻ കുടിക്കാത്ത ഞാൻ 3-4 കട്ടനായിട്ട് അവിടെ നിന്ന് അന്നത്തെ ദിവസം തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു, മിനിറ്റ് വെച്ചിട്ട്, ബിക്കോസ് അത്രയും തണുപ്പായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മളുടെ അനാഥപ്രേത അതേ ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞ് പാർക്കിൽ നിന്ന് ഒരു അടുത്ത് വരവ് വന്നിരുന്നു. അവനെ മൈൻഡ് ചെയ്തില്ല, അവൻ കളിക്കാൻ വെച്ച് വന്നതാണെന്ന് തോന്നി. പിന്നെ എനിക്ക് മനസ്സിലായത് അവൻ കളിക്കാനുള്ള, ഇവരെ കൂടെ കളിക്കാനുള്ള പ്ലാനിൽ വന്നതല്ല, വെള്ളം കുടിക്കാനുള്ള ബ്രേക്കിന് വന്നതാണെന്നുള്ളത്. ആൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ അവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ അടുത്തേക്ക് നേരെ പിന്നെ വന്നത്, ഞാൻ വിചാരിച്ച് എൻ്റെ കൂടെ നിൽക്കാനോ കളിക്കാനായിട്ടാണ്, പക്ഷെ ആൾ ദാഹിച്ചിട്ട് വന്നതായിരുന്നു ആക്ച്വലി. അങ്ങനെ ആസ് ഐ സൈഡ് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ തിന്ന് ചിപ്സൊക്കെ തിന്ന് ഇങ്ങനെ ഓരോ വ്യൂ ഒക്കെ ആസ്വദിച്ച് ക്ലിപ്സൊക്കെ എടുത്ത് അങ്ങനെ എൻജോയ് ചെയ്യാണ്ട് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ കളിക്കാനോ ആ മണ്ണിൽ ഇറങ്ങാനോ ഒന്നും നിന്നിട്ടില്ല. ആ ടൈമിലും കൂടുതലും എൻജോയ് ചെയ്തത് നമ്മളെ ചെറിയ ആളാണ്. ആൾക്ക് മണ്ണിൽ കിടന്ന് ഉരുളാൻ കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നല്ലോ. അപ്പം മാക്സിമം മണ്ണിൽ തന്നെ ഇരുന്നു.
ട്രസ്റ്റ് മീ ഗൈസ്, ദ വ്യൂ വാസ് സോ ഗുഡ്. ഞാൻ ഈ കാണിക്കുന്നത് അതിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആ അപ്പുണ്ടായിരുന്ന ഒരു ക്ലൈമറ്റും ആ തണുപ്പും പ്ലസ് ദാറ്റ് ആ വ്യൂ, ക്ലൈമറ്റ്, എവറിത്തിങ് വാസ് സോ ഗുഡ്. അപ്പോഴേക്കും മഗ്രിബ് ബാങ്ക് കൊടുക്കാനുള്ള ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും 1 by 1 ആയിട്ട് വുളു എടുക്കാൻ വാഷ്റൂമൊക്കെ പോയി. അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള അതിന് ശേഷമുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നൂഡിൽസ് ഉണ്ടാക്കാൻ വന്നപ്പോഴേക്കും ഞാനാക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ അമ്മാദത്തിൻ്റെ മുന്നിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ക്യാമറ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നൂഡിൽസ് കൂടെ തന്നെ കട്ടനും അതും ചായയും വേറെ പാൽ ചായയും താത്ത കാച്ചുന്നുണ്ടായിരുന്നു. അതൊക്കെ ആയി. പിന്നെ എൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പാവ് ഭാജി ആയിരുന്നു. ബണ്ണും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫുൾ സ്റ്റോക്ക് ചെയ്തിട്ടായിരുന്നു, സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടായിരുന്നു പോയത്. അപ്പം അതിൻ്റെ കുക്കിംഗ് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാനായിരുന്നു അത് കുക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റായി അതിനെ കുളിച്ച് കുട്ടപ്പനാക്കി എടുത്തതിന് ശേഷമാണ് കാറിൽ കയറ്റിയത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലൊക്കേഷനിലേക്ക് പോവാണ്, വിച്ച് ഇസ് ലാസ്റ്റ് എക്സിറ്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ലൊക്കേഷൻ വരുന്നത് അൽ ഖവനീജിലാണ് കേട്ടോ. അപ്പം അവിടെ തന്നെ അടുത്ത് തന്നെ ഉള്ളതാണ് ഈ ലാസ്റ്റ് എക്സിറ്റ്. ഇവിടെ എൻട്രിയിൽ തന്നെ കയറുമ്പോൾ തന്നെ കുറേ നമുക്ക് കുഞ്ഞു ഫുഡ് ട്രക്സ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കഴിച്ച് ഫില്ല് ചെയ്ത് ഇറങ്ങിയോണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. നല്ലൊരു ഭംഗിയുള്ള പാർക്കായിരുന്നു കേട്ടോ. ഒരു ക്യൂട്ട് എസ്തെറ്റിക് പാർക്ക് എന്നൊക്കെ പറയില്ല, ഭയങ്കര നൈസ് ആംബിയൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ട്. പിന്നെ കുറേ കൂടുതലും സീനറി വ്യൂസും പിന്നെ ഒരു ആർട്ടിസ്റ്റിക് വൈബ്സ് ഒക്കെ ആയിട്ടുള്ളതൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ പയ്യെ കാണിച്ചു തരാം. ഫുൾ ഓഫ് സീനറി, ഗാർഡൻ വൈബ്സ് ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ഭംഗി ഉണ്ടാവുക. ഇത് ലൈറ്റ്സ് ഉണ്ടായിട്ട് തന്നെ ഭംഗിയുണ്ട്, പക്ഷേ കുറച്ചും കൂടിയും ഈവനിങ് ടൈം ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും തോന്നുന്നു. നമ്മൾ കുറേ കേട്ടിട്ടില്ല, യൂറോപ്യൻ കൺട്രീസിലൊക്കെ കേട്ടിട്ടുള്ള പ്രോമിസ് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് അപ്പുറത്തെ സൈഡ് കിടക്കണം, ഈ ബ്രിഡ്ജ് കിടക്കണം. ഈ ബ്രിഡ്ജിൽ എന്താണെന്നുള്ളത് വെച്ചാൽ ചുറ്റും 2 സൈഡിലും ചുറ്റും ലോക്ക് ചെയ്തിട്ട് കുറേ ലോക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അതായത് ഈ ലോക്കിൽ നമ്മൾ പേര് ചെയ്തിട്ട് കീ ഇതിൽ വലിച്ചെറിയണം. അതൊരു കൈൻഡ് ഓഫ് ബിലീഫാണ് ഇവിടെ ഉള്ളവരുടെ. പക്ഷെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതവേ. അങ്ങനെ നമ്മൾ ഈ പാലം കടന്നിട്ട്, ഈ ബ്രിഡ്ജ് കടന്നിട്ട് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അവിടെ കുറേ കുഞ്ഞു ഇതേമാതിരി സൈഡിലൊക്കെ ഭയങ്കര ഈസ്തറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിൻറ്റേജ് തീമിലാണ്, വിൻറ്റേജ് കം സീനറി എന്നുള്ള രീതിയിലാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കേജ് ഉണ്ടായിരുന്നു. ആ കേജ് എനിക്ക് നമ്മൾ കാണുന്ന ആ വ്യൂ ഉണ്ടല്ലോ, അത് ഈ ക്യാമറയിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഗ്രീൻ ടെക് എന്നാണ് അതിൻ്റെ പേര്. അതിലുള്ള കേജിൽ മൊത്തത്തിൽ ചുറ്റും വൈൻ പ്ലാന്റ്സും പിന്നെ അതുപോലെ തന്നെ ലൈറ്റ്സൊക്കെ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാപ്പയും ഗ്രാൻഡ് സണ്ണും ഇടയിൽ എന്തെല്ലോ കളിക്കുന്നുണ്ടായിരുന്നു, ഒളിച്ച് കളിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ആളിത് അനാഥപ്രേതത്തെ പോലെ പിന്നെ ഇവിടേക്കോ വാനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് അത് ചുറ്റി കറങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടെ നടുവിൽ തന്നെയുള്ള ഫൗണ്ടൈൻ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇത് നമ്മളെ നാട്ടിൽ ഇതിനെന്താ പറയുക, പൊത്ത്, നെസ്റ്റ്, നമ്മളുടെ ആ ഒരു നെസ്റ്റിന് പൊത്ത്, അതൊക്കെ ഫുൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതാണ് സംഭവം. എല്ലാം അവർ DIY ചെയ്തിട്ട് എടുത്തതാണ്. പിന്നെ കുറേ ഇവരൊക്കെ പറയുന്നത് കേട്ട് ഇവിടുത്തെ വാഷ്റൂം അടിപൊളിയാണ്, വാഷ്റൂം കാണാൻ മാത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാഷ്റൂം പോകാനില്ലായിട്ട് പോലും ഞാനൊന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി ചെന്നപ്പോഴതാണ് കാണുന്നു പക്കാ വിൻറ്റേജിലുള്ള നല്ല നൈസ് ആംബിയൻസിലുള്ള ഒരു വാഷ്റൂം. അതും അതിൻ്റെ ബേസിൻ വരെ അവർ ആ ഒരു വൈബിലാണ് സെറ്റ് ചെയ്തിട്ടുള്ള. മിറേഴ്സ് ആണെങ്കിലും ജനാലൊക്കെ പണ്ടത്തെ അത്രയും പഴഞ്ചൻ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള മിറേഴ്സ് ആയിട്ടും അതായത് നമ്മൾ പുഷ് ചെയ്താൽ അതിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിൽ അത്രയും റസ്റ്റി ആയിട്ടാണ് കേട്ടോ ആ ബേസിനെല്ലാം കൊടുത്തിട്ടുള്ളത്. ഈവൻ ദ മിറേഴ്സ് ഓർ എവറിത്തിങ്. അതുപോലെ തന്നെ ഇവിടെ ഒരു അടിപൊളി സാധനം ഉണ്ടായിരുന്നു കേട്ടോ. വേറൊരു ബിലീഫ് ദാറ്റ് ഈസ് ഒരു വെല്ലാണ്. അതിൽ നമ്മൾ കോയിൻസ് ഇട്ടാൽ നമ്മളെ വിഷസൊക്കെ ഫുൾഫിൽ ആവും എന്നുള്ളത്. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഫോൺ അപ്പോഴേക്കും ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ അത് എനിക്ക് വിട്ടനെ പോയിട്ടുണ്ടായിരുന്നു വേറെ ഫോണിൽ. അങ്ങനെ എക്സ്പ്ലോറിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ച് പിരിയാണ് ചെയ്തത്. റയാൻ മന്തി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല അടിപൊളി മധൂത്ത് അടിച്ചു. എനിക്ക് ഇവിടുത്തെ മന്തി റെസ്റ്റോറൻറ്റിലെ മെയിൻ ഇഷ്ടം എന്ന് പറയുന്നത് ഫ്രീ സൂപ്പ് ആൻഡ് അതുപോലെ തന്നെ ഫ്രീ ലുക്കൈമാത്ത് കിട്ടും എന്നുള്ളതാണ്. ലാസ്റ്റ് ഡെസേർട്ടും അതുപോലെ സൂപ്പ് പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ നാട്ടിലൊക്കെ എല്ലായിടത്തും കിട്ടും. പക്ഷേ ലുക്കൈമാത്ത് ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിൽ ചോദിച്ചാലും കിട്ടും. പക്ഷെ നമ്മൾ ആ ഫുഡ് കഴിച്ച കഴിഞ്ഞ മസ്തിൽ നമുക്കത് കഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നത്തെ ഒരു പ്രശ്നം. അങ്ങനെ നമ്മൾ അടിപൊളി മധൂത്തൊക്കെ വന്ന് അപ്പോൾ ഭക്ഷണമൊക്കെ
അതൊക്കെ കഴിച്ച് പിന്നെ നമ്മളെല്ലാവരും പിരിയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീക്കെൻഡ് വ്ളോഗ്സും ദുബായ് വ്ളോഗ്സൊക്കെ ആയിട്ട് വരുന്നത് വരെയായിരിക്കും. അൻറ്റിൽ ദെൻ ബൈ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലുക്കിമാത്ത് അത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിരിഞ്ഞു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.